ഗൈസ്. സോ ദിസ് ഇസ് ദ ഡേ 2 ഓഫ് ഓർ വാഗമൺ. അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ്. സമയം ഇപ്പോൾ 8 മണിയായി കേട്ടോ. നമ്മൾ രാവിലെ 7:30 തന്നെ എണീറ്റു, കുളിച്ച് ഫ്രഷായി 3 പേരും ഫ്രഷായിട്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കുറച്ച് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉച്ചവരെ നമുക്കിവിടെ റൂമിൽ ടൈമുണ്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട്. അതുവരെ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് ബാക്കിയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ഒരാൾക്ക് ഏകദേശം വയ്യാണ്ടായിട്ടിരിക്കുകയാണ്. എന്ത് പറ്റിയത്? എന്തോ കഴിച്ചത്? പനി പിടിപ്പിച്ചിരിക്കുകയാണ്. മരുന്ന് കിട്ടിയോ? ഇല്ല, മെഡിക്കൽ സ്റ്റോർ തുറന്നില്ല. ഫുഡും കഴിച്ചിട്ട് പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കും. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരാള് ബാത്റൂമിനകത്താണ്. നിങ്ങൾക്ക് നേരെ എങ്ങോട്ടാ പോകുന്നത്? ചാർലി എടുത്ത ലേക്കിലോട്ടാണ് പോണത്. എന്നിട്ട് നമ്മളിവിടെ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വാഗമൺ സൈഡിലോട്ട് പോകും. ഓക്കെ, അതാ നമ്മൾ പുറത്തോട്ട് പോകണം കേട്ടോ. മറ്റേ ഇവനെ മരുന്നും കൂടെ വാങ്ങിക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെയായിരുന്നു കേട്ടോ ഇന്നലെ ബൈക്ക് വെച്ചിരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെ. അപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് മുമ്പോട്ട് പോവാം. ഞങ്ങൾ രണ്ടുപേരും അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ പറഞ്ഞത്. അവൻ ഗിയർ റോസ്റ്റാണ്, അതിപ്പോൾ വരും. സോ ഗൈസ്, ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്, അഭിലാഷ് ഹോട്ടൽ. ശ്രീഹരിക്ക് ഒട്ടും വയ്യ. അങ്ങനെ മരുന്ന് വാങ്ങിക്കാം എന്നുള്ള ഇതിനായിട്ടാണ് അവരിപ്പോൾ ഇറങ്ങിയത്. അവരെവിടെ പോയത്? അവരെ കാണാനില്ല, പോയി. എവിടാ? ഈ എച്ച് പിയിലാണോ? ഓക്കെ. വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ചില്ല് ക്ലൈമറ്റാണ്. 3 മണി കഴിയുമ്പോഴായിരിക്കും കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. അതുവരെ മലമുകളിൽ മാത്രമേ ഉള്ളൂ കോട. താഴോട്ടൊക്കെ ഇറങ്ങി കണ്ടോ, മുകളിലോട്ടൊക്കെ നല്ല കോടയാണ്. നോക്കുക, ആ തേയില പൂത്ത് നിൽക്കുന്നതാണ് കാണാൻ ഒരു ഭംഗി. ആ ഇളം പച്ച കളറേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ. റോഡ് മുഴുവൻ പശുക്കളാണ്. അപ്പോൾ നോക്കി കണ്ട് വണ്ടി ഓടിക്കണം. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് തന്നെ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ മേമല എന്ന് പറഞ്ഞത്. അധികം കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ. എല്ലാ ടൗണിൽ ചെന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ശ്രീഹരിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ കൂടെ കയറിയത്. അവന് പനി ആയെന്ന് തോന്നുന്നു. ഇന്നലെ 2 ഐസ്ക്രീമും 2 ഷാർജയൊക്കെ കുടിച്ച് പാവം. ഇങ്ങോട്ടാണോ? സോ നമ്മളിതാ ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് ഗ്ലാൻ മേരി എസ്റ്റേറ്റും അങ്ങനത്തെ 3-4 എസ്റ്റേറ്റ് ഉള്ളൊരു വഴിയാണിത്. പശുക്കിടാവും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ അഴിച്ചു കിട്ടേക്കുക. ഫ്രീ ബേർഡ്സ്. രക്ഷയില്ലേ? എല്ലാ സ്ഥലത്ത് എന്നാലും ഒരു പ്രത്യേകതരം ഭംഗിയാണ് കാണാനായിട്ട്. വണ്ടി അങ്ങോട്ട് വിടത്തില്ലെന്നോ? സോ ഗൈസ്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് അകത്തോട്ട് വിടത്തില്ല. നമുക്ക് നടന്നു പോകാനുള്ള പെർമിഷനേ ഉള്ളൂ. എന്താ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും വന്നാലേ നമുക്ക് അത്രയും കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനല്ലേ. നമുക്ക് നടന്നു പോയി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടന്നത് ഇവിടം വരെ എത്തി കേട്ടോ. ഇവിടുത്തെ തേയിലയുടെ കളറൊക്കെ കണ്ടോ, ഇളം പച്ചക്കളർ. ഉയരം കൂടുന്തോറും പച്ചക്കളർ കൂടും.
നമ്മുടെ ചാർലി ലൊക്കേഷൻ ഇല്ലേ, അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. പശു കുത്താൻ വന്ന എന്ത് ചെയ്യും? പശു നമ്മളെ കണ്ട് പേടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കിടാവ് ഓടി. കുരുപ്പൊടി പ്രദേശം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്നത് എവിടെ എത്തിയത്? ഇതാണ് കേട്ടോ സിനിമയിൽ കാണുന്ന ആ മരം. രണ്ട് ഫോട്ടോ എടുത്തിട്ട് അവിടെ കണ്ട ബൈക്ക് ഇറക്കി വെച്ചിരുന്നെങ്കിൽ നല്ല ഫോട്ടോ കിട്ടിയാണ്. ആ അവിടെ ലേക്ക്, ഇപ്പോൾ ലേക്ക് പോയിട്ട് ലേ പോലും ഇല്ല. ഇവിടെ ആയിരുന്നു കേട്ടോ സിനിമയിൽ കാണുന്ന ആ ലേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടിരുന്നത്. പക്ഷേ ഇപ്പം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ആംഗിളിൽ നോക്കുമ്പം ഈ ഭാഗത്തായിട്ടായിരുന്നു കുളം എന്നാണ് തോന്നുന്നത് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളവും കുറവാണ്. നമ്മൾ പോയതും പശുക്കളെല്ലാം കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറിയപ്പോൾ പശുക്കളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി. അതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുകയാണ്. മഴയുള്ള സമയത്ത് ഇനി വരാം. സത്യം പറഞ്ഞാൽ ഈ പശുക്കൾ നിൽക്കുന്ന ഭാഗം ഫുള്ളും വെള്ളം ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ അപ്പോഴാണ് വരേണ്ടത്. നമ്മൾ ഈ വെള്ളമില്ലാത്ത സമയത്ത് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കണം. ഇനി പിന്നെ പോവാം. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, മഴക്കാറുണ്ട്. ഇങ്ങോട്ട് വണ്ടിയൊന്നും കിടത്തി വിടാത്ത മെയിൻ കാരണം ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കും വേസ്റ്റും എല്ലാം കൊണ്ടിട്ടേക്കാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടാത്ത. വരച്ചെടുത്ത മരം പോലെ. പന്ത്രണ്ട് മണി വരെ അല്ലേ? സോ നമുക്കിനി നേരെ റൂമിലോട്ട് പോവാം. കയറി കൊട്ടും വയ്യ, വീഴും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുന്നത്. ചെറിയൊരു പണി കിട്ടി, ആണി കയറി പഞ്ചറായി. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറേ കാട്ടിനകത്ത് പോയില്ലേ അതിൻ്റെ. സോ ഗൈസ്, ഞങ്ങളിതാ ഇറങ്ങാനായിട്ട് റെഡിയായി. എല്ലാം സെറ്റാണ്, എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഒതുക്കി. ഇനി ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. സമയം ഇപ്പം 12 മണിയായി കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി. എൻ്റെ ടയറിൽ ആണി കയറി വണ്ടി പഞ്ചറായിരുന്നു കേട്ടോ. പഞ്ചറൊക്കെ ഒട്ടിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. സോ എല്ലാം എടുത്തു. ഇനിയൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നല്ലേ. ടൈറ്റായി. നമ്മൾ ഏലപ്പാറയെന്ന് ഇവിടെ പറയുകയാണ് കേട്ടോ. നമുക്ക് വീണ്ടും വരാം. സമയം ഇപ്പോൾ 12:30. വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആവണം ഇവിടെയൊക്കെ കോട മൂടണമെങ്കിൽ. ചെറിയൊരു തണുപ്പുമുണ്ട്. സോ നമ്മുടെ അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ വാഗമണിലെ. സോ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ ഉണ്ട്.
അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സേഫായിട്ട് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് ആദ്യം? ഇതല്ലേ മറ്റേത് ഇങ്ങനെ ചാടിയിട്ട് പോകണോട്ട് പൊങ്ങി പോകുന്ന സാധനം. പൊന്മുടിയിലേക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നു. ടിപ്പിനെ 350 രൂപ. ഗ്ലാസ് ബ്രിഡ്ജിന്റെ റേറ്റ് കുറച്ച് 250 ആക്കി. ബങ്കി ജമ്പ് അലോളം പോകും. ഇത് തീർന്നു തോന്നുന്നു. ഇതാണ് ഗൈസ് ആകാശത്തൂടെ സൈക്കിൾ വിട്ടുക പറയുന്നത്. പലതരം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഒന്ന് പാരാഗ്ലൈഡിങ്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് കയറിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മളൊരാള് പിന്നെ അതിന്റെ മെയിനാണ്. അയാളെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അതിന് പോയി പറഞ്ഞങ്ങ് കാട്ടി ചെല്ലും. എടാ നമുക്കത് ചെയ്താലോടാ. 3000 രൂപ ചോദിച്ചു നോക്കാം എത്രയാവും. ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങോട്ട് കയറണോ? എങ്ങനെ ഇരിക്കണം? സോ ഗൈസ് ഇതാണ് കേട്ടോ ഇവിടുത്തെ അഡ്വഞ്ചർ സോൺ. ബഗി റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി ഇങ്ങനെ അറ്റം വരെ വരും കേട്ടോ. അതാണ് പിന്നെ നമ്മൾ പോയി വണ്ടി എടുക്കാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ച് വരാനാണെങ്കിൽ എല്ലാം ലേറ്റ് ആവും. പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ പോയിട്ടേ റേറ്റ് ഒന്ന് ചുമ്മാ ചോദിച്ചു നോക്കാം. കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ അത് ചെയ്യണമെന്ന്. ഉറപ്പില്ല, ബഡ്ജറ്റ് ഒതുങ്ങുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് 100 ഏക്കറിന് മുകളിലുണ്ട് കേട്ടോ. ഇത് പോണ്ടൊക്കെ ഉണ്ട് അവിടെ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈക്ലിംഗ്, ബങ്കി ജമ്പിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അഡ്വഞ്ചർ സാധനങ്ങൾ. ഭയങ്കര തിരക്കാണ്. ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. അത് എത്രയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് എൻട്രി പോയിന്റ് ഇന്ന് അവിടുന്ന് കയറി ടിക്കറ്റും എടുത്ത് നേരെ കറങ്ങിയാണ് നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലം എത്തി കേട്ടോ. അത് ക്യൂ ഉണ്ടോ അവിടെ? റേറ്റ് കൂടിയുണ്ട്. വീഡിയോ 4000, വിത്ത് വീഡിയോ 4500. അതിൻ്റെ താഴെ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ഇവിടുന്ന് വീഡിയോ എടുത്ത് ആശ്വസിക്കും. അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ എത്ര? 4000 രൂപയാണ് ഒരാൾക്ക്. അത് വിത്തൗട്ട് വീഡിയോ. വിത്ത് വീഡിയോ 4500. ടൂറിസ്റ്റ് സ്ഥലമാണ്ട് അത്ര. ഇവിടെയാണ് ഇപ്പോൾ പാരാഗ്ലൈഡിങ്. ആ പെണ്ണ് പറക്കാൻ പോകാൻ തോന്നുന്നല്ലേ. പോയി പോണ്. കാറ്റിന്റെ ദിശയിലൊന്നും പോകില്ലേ? അവിടെ ഒരാളെ ലാൻഡ് ചെയ്തു. അത് നല്ല സ്മൂത്ത് ആയിരുന്നു. പുറകോട്ട് വന്നാൽ തിരിച്ച് പാഞ്ഞു പുറകോട്ട് കിട്ടും. എക്സ്പേർട്ടാണ്, അറിയാം. ഇവിടുന്ന് പോയാൽ പിന്നെ തിരുവനന്തപുരത്ത് പോകാൻ പറ്റുമോ? ഇതാ പിന്നെ എളുപ്പമുണ്ടായിരുന്നു. ചില വേറെ ഒന്നുമില്ല. തൂക്കിയിടാൻ പറ്റും. നോക്കണ്ട. അറിയാവുന്നവർക്ക് അങ്ങ് പോവാം. ഇങ്ങനെ പുറകോട്ട് വന്ന് ഭിത്തി ഇടിച്ച് ഇവിടെ കളയും. അങ്ങോട്ട് പോകാനായിരിക്കും, പക്ഷെ അങ്ങോട്ട് 4000 രൂപയ്ക്ക് എന്തോരം പെട്രോൾ അടിച്ച് എവിടം വരെ പോവാം. അവരുടെ കയ്യിൽ പാരച്യൂട്ട് ഓൾറെഡി ഉണ്ടോ? ആണ്. അങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയില്ലേ കുറെ. സന്തോഷമായില്ലേ? 100 രൂപയ്ക്ക് ഇതെല്ലാം കണ്ടില്ലേ? 4000 രൂപ ലാഭിച്ചില്ലേ? ഗൈസ്, ഫണ്ടിന്റെ അഭാവം മൂലം ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് മാറ്റി. എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. അരമണിക്കൂർ കാണും പാരാഗ്ലൈഡിങ്. അപ്പോൾ അരമണിക്കൂറിൽ 4000 രൂപ അല്ലേ? അവിടെ ഒരാൾ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടു. അറിയാവുന്നവനാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. 10ാം ക്ലാസ്സിലെ മതിയോ? ഫുൾ A+ ഉണ്ട്.
ആ ഒരു മാസത്തെ ശമ്പളം നിനക്ക് 4000 ഉള്ളൂ ഒരു മാസം ശമ്പളം. നമ്മൾ എൻ്റെ ഓഫ് റോഡ് വരുന്നുണ്ടോ നിങ്ങൾ? ആ വാ, ഇനി അതും കൂടെ പോകും. ഇനി നമ്മൾ പയ്യെ താവോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ താവോട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഓഫ് റോഡുണ്ട്, അതുകൂടെ ഒന്ന് ചെയ്തിട്ട് അങ്ങ് പോവാം. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ തരം അഡ്വഞ്ചർ കാര്യങ്ങളും ഉണ്ട്. എന്നാലും എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒരു ദിവസം നമുക്ക് ചെയ്യാം. അമ്മേ ഗൈസ്, അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറാൻ പോവാണ് കേട്ടോ. ഓഫ് റോഡ് കയറി അവനങ്ങെത്തി. എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷേ അത്ര കോൺഫിഡൻ്റ് അല്ല ഗൈസ്. വെറുതെ റിസ്ക് എടുത്താൽ അവിടെ എങ്ങാനും മറിഞ്ഞു വീണാൽ പിന്നെ അതായി. നമുക്ക് ഒരുവിധം കയറാം, പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ബാഗ് വെട്ടിയിട്ട് പോകും. ഞാനൊന്ന് പേടിച്ചു. ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങണം കേട്ടോ. വിശക്കുന്നുണ്ട്, പൈക്ക് താഴോട്ട് പോയി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോടെയാണ് കേട്ടോ അതോട്ട് കയറിയത്. ഇവിടെ കറങ്ങി തിരിച്ച് പോവാം. എല്ലാം 200 എല്ലാം 200? ഇത് 200, ഇത് 160. ചായ ഓ ഓ ഓ, എനിക്കൊരു പാക്കറ്റ്. ആ ചേച്ചി, ചോക്ലേറ്റ് ഹോം മെയ്ഡ് ആണോ? നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിരിക്കണം കേട്ടോ. വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഊണ് കഴിക്കാം. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഹോട്ടൽ കവാലം. കവാലം ആ കട ഇപ്പം നമ്മൾ വണ്ടി നിർത്തിയില്ല. ആ കടയിൽ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റും തേയിലപ്പൊടിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട്. ചേച്ചിയും ചേട്ടനും കൂടെ നല്ല ഒരു റേറ്റ് കുറച്ച് തന്നു നമുക്ക് തേയിലപ്പൊടിയും ചോക്ലേറ്റും കൂടി. അപ്പോൾ ഇനി 180 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. നല്ല മഴക്കാറ് വരുന്നുണ്ട്. മിക്കവാറും നമുക്ക് പോകുന്ന വഴിക്ക് മഴയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവഴിയാണ് ഞാൻ 2 കുപ്പി പെട്രോളും കൊണ്ട് ഒറ്റ കയ്യിൽ സാഹസം കാണിച്ച് പോയത്. അയ്യോ, അത് ഓർക്കുമ്പോൾ ഇപ്പോഴും കാലും കൈയും വിറയ്ക്കുന്നു. ടാറ്റാ.
ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? തിക്കോയ്. ആ, പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിരിക്കണം കേട്ടോ. ഹെവി രണ്ടും അടഞ്ഞ് എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യ. ഭയങ്കര താഴോട്ടൊക്കെ ഇറങ്ങി ഒരു പടക്കമെന്നൊരു സൗണ്ട്. അയ്യോ ബാഗ് കൂടെ ഇട്ടിട്ടുണ്ടാവേ. നേരത്തെ വെച്ചിട്ട് വരാം. മഴയൊക്കെ മാറി ഞങ്ങൾ എവിടെയോ എത്തി. ഇനി ഞങ്ങൾ ചെങ്ങന്നൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. ചെങ്ങന്നൂർ വരെ ഉള്ളവൻ. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ അങ്ങ് പോവാണ്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചു എൻ്റെ ഇടയ്ക്ക്. അവസാനം അയ്യോ എങ്ങനെ ഇവിടം വരെ എത്തി. ഇപ്പോൾ എന്താ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അത് വെള്ളം കയറിയതിൻ്റെടാ, അത് ലൂബ് ചെയ്താൽ മാറും. ശ്രീഹരിയുടെ വണ്ടിയുടെ ചെയിൻ്റെ സൈഡിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ നിർത്തിയത്. എടാ നിന്റെ ചെയിൻ ലൂസടാ, നിന്റെ ചെയിൻ ലൂസ്. നമ്മുടെ ശ്രീഹരി നമ്മളോട് ഇവിടെ പറയുകയാണ് കേട്ടോ. കൈതാ ചെങ്ങന്നൂരെത്തി. നമ്മൾ ചെങ്ങന്നൂരെത്തി. ഇവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകും. നമ്മൾ ട്രിവാൻഡ്രത്തോട്ടും പോകും. പോട്ടേടാ, ചെന്നിട്ട് വിളിക്കേ. നമ്മൾ മരുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. സജിൻ ഇതുവഴി പിരിയാണ് കേട്ടോ. നീ എങ്ങോട്ടാ? പേരൂർ കടയ്ക്കോ? വീട്ടിലോട്ട് ഇനിയൊരു 10-15 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നടു അനക്കാൻ വയ്യ. പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തി. ഞങ്ങൾ 10-11 മണിയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കിനി ഒരു 10-15 മിനിറ്റ് കൂടെ എടുക്കും വീടെത്താൻ. വീടെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം കൃത്യം 10 മണിയായി. അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ സോൾ വാണ്ടർ സൈനിങ് ഓഫ്. ബൈ.